കാസർകോട്ടെ തുമിനാട് ഇരട്ടക്കൊലയുടെ നടുക്കുന്ന നോവ് പേറുന്ന നാടാണിന്ന്. മറിയം ജുമൈല എന്ന പെൺകുട്ടിയും ഷെയ്ഖ് അബ്ബ എന്ന അവളുടെ ബന്ധുവും കത്തിമുനയിൽ പിടഞ്ഞു വീണ ആ വീട്ടിലേക്ക് അവരുടെ ജീവനെടുത്ത ഉമർ ഫാറൂഖുമായി പോലീസ് എത്തി. ലഹരിയുടെ ഉന്മാദത്തിൽ സ്വന്തം മകളെയും ബന്ധുവിനെയും എങ്ങനെയാണ് കുത്തി വീഴ്ത്തിയതെന്ന് തെളിവെടുപ്പിൽ ഉമർ ഫാറൂഖ് വിവരിച്ചപ്പോൾ വീട്ടിനകത്ത് നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. സ്വത്തിനു വേണ്ടി നടന്ന ഈ അരുംകൊല ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല വീട്ടുകാർക്കും നാട്ടുകാർക്കും. തെളിവെടുപ്പിനിടെ നടന്ന സംഭവവികാസങ്ങൾ ഓരോന്നും വിശദമായി നോക്കാം. കാസർകോട്ട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ 18-കാരിയായ മറിയം ജുമൈല വീടിനുള്ളിൽ തന്നെ മരിച്ചു വീണു. കാലിന് പരിക്കേറ്റ ഷെയ്ഖ് അബ്ബ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരിച്ചത്. കൊല നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിയായ ഉമറിനെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പിടികൂടിയിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു. ഈ 3 പേരെയും കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ വന്നത്, ഭാര്യ ഉൾപ്പെടെ. പക്ഷെ ഭാര്യ അയാൾക്ക് കിട്ടിയിട്ടില്ല. പ്രതി കസ്റ്റഡിയിലുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, സാമ്പത്തിക ഇഷ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കും. പിന്നീട് ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ രക്തം പുരണ്ട കത്തി വീടിന്റെ ഉൾവശത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തു. രാവിലെ 10 മണിയോടെ കൊല നടന്ന തുമിനാട് ഹിൽ ടോപ്പിലെ വീട്ടിൽ പ്രതിയുമായി പോലീസ് എത്തി. വീടിനുള്ളിൽ നിന്നും കരച്ചിലുകളും നിലവിളികളും ഉയർന്നു. പത്ത് മിനിറ്റ് നേരം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം വീട്ടിൽ നിന്നും മടങ്ങുമ്പോൾ പ്രതിഷേധവുമായി കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ജീപ്പിനടുത്തേക്ക് ഓടിയെത്തി. പിന്നീട് ഉദ്യോഗസ്ഥരിടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പ്രതിയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതിൽ നിന്ന് പ്രതി കുറ്റകൃത്യം നടത്തിയ സമയത്ത് ലഹരി മരുന്ന് ഉപയോഗിച്ചതായും സ്ഥിരീകരണമുണ്ട്. ഏറെക്കാലം പ്രവാസിയായിരുന്ന ഉമർ ഫാറൂഖിന്റെ പേരിൽ കർണാടകയിലും നിരവധി കേസുകളുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർകോട്.